സമയം പട്ടാപ്പകൽ. നടന്നത് 5 കൊലപാതകങ്ങൾ. നടത്തിയത് 23-കാരനായ അഫാൻ. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ക്രൂരമായി കൊലപാതകങ്ങൾ ചെയ്യാൻ ഈ യുവതലമുറയെ എന്താണ് പ്രേരിപ്പിക്കുന്നത്? മാനസികപരമായി അതിന് പിന്നിലെ രഹസ്യം എന്താണ്? സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണി നമ്മളോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള വാർത്തകളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പലരും പറയുന്ന ഒരു അഭിപ്രായം, കുട്ടികൾ ഇത്ര 23 വയസ്സ് 20 വയസ്സൊക്കെ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ വളരെ ക്രൂരമായിട്ടുള്ള മർഡറാണ്. അതിൽ സിനിമകൾക്ക് വലിയ സ്വാധീനമുണ്ട് തരത്തിലേക്കുള്ള വാദങ്ങളൊക്കെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജഗദീഷ് അതുമായി ബന്ധപ്പെട്ട ഒരു വാദം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ മാഡത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എന്താണ് മാഡത്തിന്റെ ഒരു ക്ലിയർ പിക്ചർ അതിനെ പറ്റി? നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്? നമുക്ക് ആരുമായാണോ സമ്പർക്കം, എന്തുമായാണോ സമ്പർക്കം, ആ സമ്പർക്കം ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റീസ് നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെ പറഞ്ഞായിരുന്നു നമ്മൾ പുസ്തകങ്ങൾ വായിക്കാൻ മനുഷ്യരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? നല്ല പുസ്തകങ്ങൾ വായിക്കും, നിന്റെ ചിന്തകൾ നല്ലതാകും, അല്ലെ? അപ്പൊ നല്ലത് എന്ന് നമ്മൾ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് പറയുന്ന ഒരു കാര്യം നമ്മളെ നല്ലതായി സ്വാധീനിക്കുന്നു എന്നുണ്ടെങ്കിൽ എല്ലാം സ്വാധീനിക്കും. അതിനെ നല്ലതോ ചീത്തയോ മോശമായതോ എന്നൊക്കെ വേർതിരിച്ച് കാണേണ്ടുന്നത്, അല്ലെങ്കിൽ അത് സ്വാധീനിക്കുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇതൊരു മോശം പ്രവൃത്തി ആയതുകൊണ്ട് അത് മോശമായി സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോ ഒരു പുസ്തകത്തിനെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകും വിഷ്വലി റെപ്രസെന്റ് ചെയ്ത് തരുന്ന പുസ്തകത്തിലും സിനിമയിലും തമ്മിലുള്ള വ്യത്യാസം. പുസ്തകത്തിൽ ഉണ്ടാവുന്ന വായിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തി അവനവന്റെ എക്സ്പീരിയൻസസ് മാത്രം വെച്ച് വിഷ്വലൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ വായിക്കുന്ന വ്യക്തിയുടെ ഭാവന എങ്ങനെയിരിക്കും അത്രയേ ഉള്ളൂ. ക്രൂരമായ കൊലപാതകം എന്ന് പറഞ്ഞാൽ ആ ക്രൂരതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം, ഞാൻ കൊടുക്കുന്നത് എന്റെ മാത്രം വ്യാഖ്യാനമാണ്, ഡെഫിനറ്റ്ലി. ഓക്കെ, പക്ഷെ അതൊരു വിഷ്വലി നമുക്ക് പ്രൊജക്ട് ചെയ്ത് തരുമ്പോ അവിടെ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് മറ്റ് പലരുടെയും, ഒരാളുടെ മാത്രമല്ല, കഥാകൃത്ത്, ഡയറക്ടർ, എഡിറ്റർ, ക്യാമറമാൻ, അതിനകത്തെ കളർ മിക്സർ, അഭിനയിക്കുന്ന വ്യക്തികളുടെ മികവ്, ഇതൊന്നും നമുക്ക് അഭിനയമല്ല എന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല, ഫിക്ഷ്യസ് ആണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് തരുന്ന ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ഇത് മനുഷ്യന്റെ മനസ്സിലേക്ക് തരുന്ന ഒരു പിക്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ റെഗുലറായി ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, എന്നും നമ്മൾ ഇതുപോലെ കാണുന്നത്, അത് മീഡിയ എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് സിനിമകൾ മാത്രമല്ല, നമ്മുടെ സാധാരണ മാധ്യമങ്ങളില് വാർത്തകളിൽ എങ്ങനെ പിക്ചേഴ്സ് കാണിക്കുന്നു, ഒറിജിനൽ ക്രൈം സീനിൽ നിന്നൊക്കെ ഉള്ള പിക്ചർ മാസ്ക് ചെയ്യാതെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ദോഷമായ ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കും. ഓക്കെ, ഇത് പല മീഡിയാസിലും അത് ചിലപ്പോൾ മാസ്ക് ചെയ്യപ്പെടുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ അങ്ങനെ വരുന്നില്ല. കാര്യം അതിനകത്ത് ആർക്കും കൺട്രോൾ ഇല്ല. വാട്സാപ്പിലൂടെ ഈ ചിത്രങ്ങൾ പലതും പ്രചരിച്ചെന്നിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ വീഡിയോസും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും എല്ലാം നമ്മൾ നിത്യേന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള സെൻസിറ്റിവിറ്റി ഇല്ലാതെയാവും. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതിപ്പോ പലപ്പോഴും നമ്മൾ വാട്സാപ്പിലൂടെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ ഇത്തരത്തിലുള്ള കാണുമ്പോൾ വളരെ ക്രൂലായിട്ട് നമ്മൾ പലപ്പോഴും അറിയാതെ കണ്ണൂരടച്ചു പോകാറുണ്ട്. അത്ര ക്രൂവാലിറ്റിയാണ്. അപ്പൊ എങ്ങനെയാണ്, അപ്പൊ സ്വാഭാവികമായി ഇതിനോടൊരു അകൽച്ച വരാനല്ലേ സാധ്യത ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്കൊരു പേടി വരുന്നു, അല്ലെങ്കിൽ അറപ്പ് വരുന്നു, നമ്മൾ അകറ്റില്ലേ ചെയ്യുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത് വല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്? അവിടെയാണ് റിപ്പീറ്റഡ് എക്സ്പോഷറിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇമാജിൻ, ആദ്യമായിട്ട് MBBS പഠിക്കാൻ പോകുന്ന ഒരു വ്യക്തി അവിടെ പോയി ഫസ്റ്റ് ഇയറിൽ ഡെഡ് ബോഡീസ് കാണുകയും അതിനെ എക്സാമിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് വെച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യണം. ആ ഫസ്റ്റ് പ്രൊസീജിയേഴ്സിൽ പലപ്പോഴും കേറുമ്പോ തന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഇറങ്ങി ഓടുകയും ബോധം കെട്ട് വീഴുകയും തളരുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ആദ്യമായി ICUവിൽ കയറേണ്ടി വരുമ്പോ ഈ പറയുന്ന ടെൻഷനും നമുക്ക് വല്ലാത്തൊരു അങ്കലാപ്പും ഭയങ്കര ബുദ്ധിമുട്ടി ടെൻഷൻ അടിച്ച് പേടിച്ചൊക്കെ ആയിരിക്കും നമ്മൾ എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ കയറുന്നത്. 5 or 6 പ്രാവശ്യം കയറി ഇറങ്ങി കഴിയുന്നതോടുകൂടി നമുക്കത് വളരെ നാച്ചുറലായി, ഓക്കെ ICUവിൽ പോകണം, ഇന്ന പേഷ്യന്റ് അവിടെ ഉണ്ട്, പോയി കാണണം എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി. ഒരു മരണം ഡിസ്ക്ലോസ് ചെയ്യണം, ഞാൻ ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ പറയാം, കാര്യം അവരാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ന്യൂസസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ.
ഡോക്ടേഴ്സ് മരണം ഡിസ്ക്ലോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് നടത്തുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ളത് നമ്മൾ വേറൊരാളോട് പറയാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ആദ്യത്തെ കുറച്ച് പ്രാവശ്യമെങ്കിലും ഇതെങ്ങനെ പറയണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്ക് അങ്കലാപ്പുണ്ടാവും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ഡോക്ടേഴ്സിന് മനസാക്ഷി ഇല്ലേ, ഇവരെന്താണ് ഇത്ര മനസാക്ഷി ഇല്ലാതെ ആ കുട്ടിക്ക് ക്യാൻസർ ആണ് എന്ന് എങ്ങനെ ഒരു അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയെന്നൊക്കെ. അത് അവരുടെ ജോലിയുടെ പാർട്ടാണ്, അത് അവർക്ക് നോർമലൈസ്ഡ് കാര്യമാണ്. അവരുടെ സെൻസിറ്റിവിറ്റി അതിനോട് കുറയും. അങ്ങനെ കുറഞ്ഞിരുന്നാൽ മാത്രമേ അവർക്ക് ഒബ്ജക്റ്റീവായി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില സ്ഥലങ്ങളിൽ സെൻസിറ്റിവിറ്റി കുറയേണ്ടുന്നത് ആവശ്യകത തന്നെയാണ്. പക്ഷെ അത് വേറൊരാളുടെ ക്രൂരതയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളിൽ വരുമ്പോൾ ഈ സെൻസിറ്റിവിറ്റി കുറയുന്നത് നമുക്കിത് ലാഘവത്വം തോന്നും. അനന്തനി പറഞ്ഞ പോലെ ആദ്യം കാണുമ്പോൾ അറപ്പാണ്, എനിക്കത് കാണണ്ട, കണ്ണടയ്ക്കും. വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കുറച്ചായിട്ട് അതിനോട് എക്സ്പോസ്ഡ് ആയി ഇരുന്ന് കാണാൻ തുടങ്ങും. ഈ സിനിമകളുടെ ടൈറ്റിലുകളിലും അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായും ഒക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ഭീകരമായ വയലൻസ് ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ കെൽപ്പുണ്ടെങ്കിൽ മാത്രം പോയിരുന്ന് കണ്ടാൽ മതി. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയാണ്. ചലഞ്ചസ് എപ്പോഴും എടുക്കാൻ പ്രാപ്തരായ മനുഷ്യരാണ് യുവാക്കൾ എന്ന് പറയുന്നത്. നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ലടാ എന്നൊരാള് പറഞ്ഞാൽ എന്നാ ഞാനത് നടത്തി കാണിച്ചിട്ടേ ഉള്ളൂ എന്നായിരിക്കും അവര് ചിന്തിക്കുക. അപ്പൊ ഞാൻ അത്ര കഴിവ് കിട്ടവനോ, എനിക്കിത് താങ്ങില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിവില്ലാത്തവനോ എന്നുള്ള ചോദ്യമാണ് ഇവരുടെ മനസ്സിൽ വരിക. സോ ഇത് എനിക്ക് പ്രൂവ് ചെയ്യണം, എനിക്ക് കഴിവുണ്ട്, എനിക്ക് മനക്കെട്ടിയുണ്ട്, ഞാൻ ഇതൊക്കെ കാണും, എനിക്കിത് കണ്ടാലും കുഴപ്പമില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെ പലരും ഇത് വേണ്ട, അല്ലെങ്കിൽ അവനവന്റെ മനസ്സിൽ ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ പോലും കാണും. പക്ഷെ അങ്ങനെ പോകുന്ന പലരും റിപ്പീറ്റഡ് എക്സ്പോഷർ കഴിയുമ്പോൾ യൂസ്ഡ് ആയി, നോർമലൈസ്ഡ് ആയി. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റെഗുലറായി കാണുന്നു. അപ്പൊ ഇതിനൊക്കെ ന്യായം പറയും, സിനിമയല്ലേ, കഥയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ കാണുന്നത്, അത്രയും ബുദ്ധിയില്ലാത്തവരാണോ കാണുന്നത്, ചിന്തിക്കാനുള്ള വിവേകമില്ലേ? ഇതൊക്കെ നമുക്ക് നോർമൽ സിറ്റുവേഷൻസിൽ ഇതെല്ലാം പക്കായ വിവേകമുണ്ട്, ഇത് സിനിമയാണെന്ന് അറിയാം, സിനിമയാണെന്ന് അറിഞ്ഞോണ്ടാണ് കാണുന്നത്. പക്ഷേ ഇതിലേതെങ്കിലും ഒരു, അതായത് ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വൾണറബിൾ സിറ്റുവേഷനിലാണല്ലോ അവരൊക്കെ ഇതുപോലുള്ള അതിക്രമങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. ഇതുമായി ചെറിയ ബന്ധമെങ്കിലുമുള്ള എന്തെങ്കിലും ഒരു വൾണറബിൾ സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ എല്ലാ മനുഷ്യരുമല്ല, ചില മനുഷ്യരെങ്കിലും ഈ കണ്ട സാധനങ്ങൾ പ്രയോഗിച്ചു നോക്കിയാൽ എന്താ എന്നൊരു ചിന്തയിലേക്ക് പോകും. ഈ പറയുന്ന സിനിമകളിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നോ അതിന്റെ പ്രതിഫലനമാണ് സിനിമ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പല സിനിമകളിലും, പ്രത്യേകിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും ഞാൻ വായിച്ചു കേട്ട കാര്യങ്ങളാണ്, റിവ്യൂ, ഞാൻ കണ്ടതല്ല. അതിനകത്ത് കാണിക്കുന്ന ക്രൂവാലിറ്റിയുടെ അത്രയും ഒന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ എഡിറ്റേഴ്സ് തന്നെ പറയുന്നത് ഇതിലും ക്രൂവലായ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ സിനിമയിൽ കഥാതന്തു ഒന്നും വേണം എന്നൊന്നുമില്ല, ഇല്ലാത്ത സിനിമകളും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. വലിയ നമ്മൾ പറയുമ്പോ പറയും വലിയ കഥ വേണം, മെസ്സേജ് വേണം, എല്ലാ സിനിമയ്ക്കും മെസ്സേജ് വേണമെന്നല്ല, സിനിമ ഒരു എന്റർടൈൻമെന്റ് മീഡിയയാണ്. പക്ഷെ ആ എന്റർടൈൻമെന്റ് മീഡിയയിലൂടെ നമ്മൾ നെഗറ്റീവ് മെസ്സേജസ് കൊടുക്കുന്ന അവസ്ഥ വരരുത്. നമ്മളുടെ ഓരോരുത്തരുടെയും പല കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നോക്കിയാൽ നമുക്കറിയാം, ഇതിൽ പലതും നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ അറിവാണ്. കൊലപാതകങ്ങൾ മാത്രമല്ല, നമുക്ക് വേറെ എന്തെല്ലാം ഇൻഫർമേഷൻ നമ്മൾ സിനിമയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും, ഒരു കോടതിക്കകത്ത വ്യവഹാരങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഒറിജിനലി കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളൊന്നും അല്ല സിനിമയിൽ കാണിക്കുന്നത്. അത് റിയൽ ആയിട്ട് നമ്മൾ കോടതിയിൽ പോയി അവിടെ എന്ത് നടക്കുന്നു എന്ന് കാണുന്നവർക്ക് മാത്രമേ അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കോടതി എന്നാണ് വിചാരിച്ചത്.